ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. രാവിലെ എണീറ്റു, റെഡിയായി. ഞങ്ങളിപ്പം ഫ്ലാറ്റിലാണുള്ളത്. കൊച്ചിയിൽ വന്നു. അപ്പം ഞങ്ങൾ സ്ഥിരം പോകാറുള്ള 2-3 അമ്പലങ്ങളുണ്ട്. അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ ആലുവയാണ് പോകുന്നത്. പാതാള പഞ്ചമുഖം ഹനുമാൻ ക്ഷേത്രം. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ രാവിലെ തന്നെ മഴ പെയ്തു. ഞങ്ങൾ മഴ പെയ്യുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴയും നല്ല ഇടിവെട്ടും ഒക്കെ ആയപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആയി. ഇപ്പം നല്ല നേരം വെളുത്തു. എന്തെങ്കിലും പറഞ്ഞു. 2 ദിവസം ഗ്യാപ്പിന് വന്നതാണ്. നാളെ തിരിച്ചു പോകണം. നമുക്ക് എല്ലായിടത്തും ഒന്ന് കയറി എല്ലാവരോടൊന്ന് വിശേഷങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് ഇടുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളൂ, പള്ളിയിൽ പോകാറില്ലേ എന്നൊക്കെ. പള്ളിയിൽ ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങളുടെ വന്നപ്പം എടപ്പള്ളിയും വല്ലാർപാടും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതൊന്ന് പറയണം തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് കേട്ടോ. ഗൈസ്, ഞങ്ങളുടെ പ്രകൃതി രമണീയതയിലൂടെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നല്ല രസമാണ് കാണാൻ. രാവിലെ കുറച്ചും കൂടെ നേരത്തെ ആണെങ്കിൽ ഞാൻ മഞ്ഞൊക്കെ കാണാറുണ്ടായിരുന്നല്ലോ. പുൽമേടിൽ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ, അത് കാണാൻ ഭയങ്കര ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ആണ്. ഇതേ നമ്മളങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. പക്ഷെ നമുക്ക് പാർക്കിംഗ് ഇവിടെ ആയതുകൊണ്ട് ഇതിലേയും കടക്കാം. നോക്കി കിടക്കണം മാത്രം. അതെ, പോക്കറ്റിലൂടെ അപ്പുറത്തുണ്ട്. നെറ്റെടുത്ത് പഠിച്ചാൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഈ അമ്പലത്തിൻ്റെ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹനുമാൻ ക്ഷേത്രം കാര്യസിദ്ധി ആഞ്ജനേയൻ എന്നാണ് ഇത് മെയിനായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടും ഒക്കെ അവിടെ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് ഒരു അന്നദാന ഒരു മണ്ഡപമാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പിങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ് വിഗ്രഹങ്ങളും കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ടാണ് അതിന് പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം എന്ന് പറയണത്. ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ആ വിഗ്രഹവും ഇതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും ഒന്നും അലൗഡ് അല്ല. പിന്നെ ഈ അമ്പലം നമുക്കൊരു നോർമൽ നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീൽ അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ അമ്പലം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ മൈസൂരുള്ള ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയാണ്. നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആളുടെ വീഡിയോസും ഒക്കെ ഒരുപാട് അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പൂജാരീതികളും കാര്യങ്ങളും ഒക്കെ പുറത്തത്തെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ മൈസൂർ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്തുള്ള അമ്പലത്തിൻ്റെ രീതികളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര വ്യത്യസ്തത തോന്നും. നമുക്ക് അമ്പലത്തിൽ പോകുമ്പോഴും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ ഭയങ്കര രസമാണ്. ശനിയും ഞായറും ഒക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. കാരണം പുറത്തുനിന്നൊക്കെ ഒരുപാട് പേരിപ്പം അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ടൈം പീരീഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കത് അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ആലുവ പുഴയുടെ സൈഡാണ്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഏർലി മോർണിംഗ് ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ചെടികളും ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങാനല്ല. പക്ഷെ അതിപ്പം ക്ലോസ്ഡ് ആണ്. കാരണം ഇനി ആർക്കും അങ്ങനെ ഇറങ്ങിയൊന്നും വേറെ അപകടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിരിക്കണം അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയണത്. നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അവിടെ എല്ലാവർക്കും പോവാം. അങ്ങനെ ജാതി ഭേദ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല. ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ പോവാം. വിശ്വാസമുള്ള ആൾക്കാർക്ക് പോവാം. ഒരു കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ രാവിലെയും പോകാറുണ്ട്, ഇടയ്ക്ക് വൈകിട്ടും ഒക്കെ അങ്ങനെ പോകാറുണ്ട്. വൈകിട്ടും ഭയങ്കര രസമാണ് കാണാൻ. ഫുള്ള് വിളക്കൊക്കെ വെച്ച് ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വരുന്ന സമയത്ത് ഒരാളിതേ ഇവിടെ ഒരു പൂച്ചേൻ്റെ അടുത്ത് ഭയങ്കര സംസാരിച്ച് നിൽക്കുവാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണാവോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുഞ്ഞു പൂച്ച കേട്ടോ. ഭയങ്കര മെലിഞ്ഞൊട്ടിയിരിക്കുക, ഭക്ഷണമൊന്നും കിട്ടാണ്ട് പാവം തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, നീ അവിടെ നിന്ന് വല്ല പാലെങ്ങാനും കിട്ടുമോ എന്ന് നോക്ക്. അപ്പുറത്ത് ഒരു കുഞ്ഞൊരു ഒരു ഷോപ്പുണ്ട് ഇവിടെ തന്നെ. വീണ്ടും വണ്ടി തടിയിൽ പോവാ. പാല് മേടിക്കാൻ കിട്ടാമോ? അങ്ങനെ പാല് കൊടുക്കായിരുന്നു.
ഞാൻ തൊട്ടേ ഒരു പാക്കറ്റ് പാല് മേടിക്കും. ഇനി വിശന്നിട്ട കാര്യമല്ല, വയറൊട്ടി കിടക്കണമെങ്കിൽ എൻ്റെ അമ്മ അതിനെ ഉപേക്ഷിച്ച് പോയതാണ്. കൊണ്ടുപോകുന്ന ഫ്ലാറ്റിൽ അങ്ങനെ ഞങ്ങൾ ആ ടീ സ്റ്റോളിൽ പോയിട്ട് ചോദിച്ചു. പക്ഷേ അവിടെ പാലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ മറ്റേ ഫിൽറ്റർ കോഫി ആയിരുന്നു. അപ്പോൾ ഓൾറെഡി പാലൊക്കെ പൊട്ടിച്ച് ഫിൽറ്ററിൽ ഒഴിച്ചെന്ന് പറഞ്ഞു ആ പയ്യൻ. പിന്നെ ഞങ്ങൾ അവിടെ വേറെ ഒന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഉള്ളത് 7up പെപ്സി അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്കൊരു മിൽക്ക് ഷേക്ക് പോലത്തെ ഒരു വാനില ഒരു മിൽക്ക് ഷേക്കിൻ്റെ ഒരു സംഭവം കിട്ടി. അത് മേടിച്ചു. ഞങ്ങൾ വിചാരിച്ചു കുടിക്കത്തുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആദ്യം ഒരു കുഞ്ഞ് ഇതിൻ്റെ തന്നെ മൂടിയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നല്ലപോലെ കുടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാവം തോന്നി കേട്ടോ. പിന്നെ ഇത് ഒരു കപ്പിലും കൂടെ ഒഴിച്ച് ഫുള്ള് ഒഴിച്ചവിടെ വെച്ചു. അപ്പോൾ അതും നന്നായിട്ട് അത് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ എങ്ങും പോന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷേ ഞങ്ങൾക്കതിനെ എടുത്തിട്ട് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് ആ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഊട്ടുപുരയിൽ വന്നു. എടപ്പള്ളി ഊട്ടുപുരയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഏട്ടന് വിശന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഫ്രണ്ടത്തെ വ്യൂ ഒക്കെ ഭയങ്കര രസമാട്ടോ കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിത് ഓപ്പൺ ആയപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഏട്ടൻ ഗീ മസാല ദോശ പറഞ്ഞു. ഞാൻ അവിടുത്തെ ഊട്ടുപുര സ്പെഷ്യൽ മസാല ദോശ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.